മുനമ്പം ഭൂമിയുടെ ഉടമസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മുസ്ലിം ലീഗ് നേതൃയോഗത്തിലും ഭിന്നത. മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് KM ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിച്ചു. എന്നാൽ സാദിഖലി തങ്ങളുടെ അഭിപ്രായത്തിന് വിരുദ്ധമായ പ്രസ്താവന നേതാക്കൾ പ്രകടിപ്പിക്കരുതെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായം. അതേസമയം മുനമ്പത്തേത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പറയാത്ത ലീഗിൻ്റെ നിലപാട് ഇരട്ടത്താപ്പാണെന്ന വിമർശനവുമായി SDPI രംഗത്തെത്തി. മുനമ്പം വിഷയത്തിലെ ഭിന്നതയ്ക്കിടെ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നേതൃയോഗം കോഴിക്കോട് ചേർന്നിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രസ്താവനയിൽ അസംതൃപ്തരായ ലീഗ് നേതാക്കൾ VD സതീശനെ തള്ളുകയും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന് ആവർത്തിക്കുകയും ചെയ്തതോടെയാണ് ലീഗിനകത്ത് ഭിന്നത രൂപപ്പെട്ടത്. KM ഷാജി, ET മുഹമ്മദ് ബഷീർ, MK മുനീർ എന്നിവർ പരസ്യമായി തന്നെ സതീശനെ തിരുത്തിയിരുന്നു. ലീഗ് യോഗത്തിലും നേതാക്കൾ VD സതീശനെതിരെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിച്ചു. പല വിഷയങ്ങളിലും UDF-ൽ കൂടിയാലോചനയില്ലാതെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുന്നതിലെ വിയോജിപ്പും പങ്കുവച്ചതായാണ് വിവരം. എന്നാൽ സാദിഖലി തങ്ങൾ പറയുന്നതിനെതിരായി പരസ്യ പ്രതികരണം നടത്താൻ പാടില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി നേതാക്കൾക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ സർക്കാർ തീരുമാനമെടുക്കട്ടെയെന്നും അതുവരെ ഭിന്നാഭിപ്രായങ്ങൾ ആരും പ്രകടിപ്പിക്കരുതെന്നുമാണ് തീരുമാനം. ഇത് മറുപടി അറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അധികം വ്യക്തമായിട്ട് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഒരു സമന്വയം ഉണ്ടാക്കി ആ പ്രശ്നം പരിഹരിക്കണം, അതിന് സർക്കാർ മുൻകൈ എടുക്കണം എന്ന് പറഞ്ഞാൽ അത് അപ്രോപ്രിയേറ്റ് ടൈമിൽ ഇനി അത് സംബന്ധിച്ച് ഒരു ചർച്ച ഉണ്ടാകുമ്പോഴേ പറയേണ്ടതുള്ളൂ. ചോദിക്കാനുള്ള എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്, മറുപടി പറയാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. ഫുൾ സ്റ്റോപ്പ്. എന്നാൽ ഭൂമിയുടെ ഉടമസ്ഥത സംബന്ധിച്ച് കൃത്യമായ അഭിപ്രായം മുസ്ലിം ലീഗിന് പറയാൻ സാധിച്ചിട്ടില്ല. അതിനെ കുറ്റപ്പെടുത്തി SDPI-യും രംഗത്തെത്തി. മുസ്ലിം ലീഗ് മതസംഘടനകളെ വിളിച്ചു ചേർത്ത് മുനമ്പം വിഷയം വർഗീയവൽക്കരിക്കുകയാണെന്നും SDPI സംസ്ഥാന പ്രസിഡന്റ് CP ലത്തീഫ് പറഞ്ഞു. മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ മുസ്ലിം സംഘടനകളൊക്കെ വിളിച്ചു ചേർത്ത് മൊത്തം അതിന്റെ ഒരു കുത്തക അവകാശം എടുക്കുന്നുണ്ട്. ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അതുപോലും ശരിയാണെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മതസംഘടനകളെ വിളിച്ചു ചേർത്ത് ഞങ്ങളാ മതത്തിന്റെ വക്താക്കളാണ്, അത് ഞങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നതും അതിലെ ഒരു അനുചിത്യം നമുക്ക് തോന്നുന്നുണ്ട്. അത് മുസ്ലിം ലീഗ് മതസംഘടനകൾ വിളിച്ചു ചേർത്ത് വിഷയം ഏറ്റെടുക്കുകയാണ്. എന്തിനാണ് അങ്ങനെ വർഗീയവൽക്കരിക്കുന്നത് ഈ വിഷയത്തെ? ജനം, കോഴിക്കോട്.